എന്ത് യോഗ്യത ഉണ്ട് ഇവന് ഇതുപോലുള്ളൊരു വണ്ടി കൊണ്ടൊന്ന് ഇടിക്കാൻ? തിരിച്ചടിക്കടോ. ഒരു കാര്യം പറഞ്ഞേക്കാം, തിരിച്ചടിക്കാൻ അങ്ങനെ കൈ പൊങ്ങിയ നിന്നെ നിന്റെ മാഡത്തിനെ കൂടെ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടും ഞങ്ങൾ. യോഗ്യതയുടെ കാര്യം നിങ്ങളോട് ചോദിക്കേണ്ടത് ഞാനാ. ഒരു നാണവും ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ഈ വണ്ടിയിൽ സഞ്ചരിക്കാൻ നിനക്കെന്ത് യോഗ്യതയാ? ഈ കാർ മാത്രമല്ല, നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രവും ആഭരണവും എന്തിന്? നിങ്ങൾ ഇവന് കഴിക്കുന്ന ആഹാരവും കിടന്നുറങ്ങുന്ന പട്ടുമത്തയും എല്ലാം ഞങ്ങളുടെ ദാനമാ. നാണോ മാനോ ഇല്ലാതെ ഞങ്ങളുടെ ചെലവിൽ ഉണ്ടു ഉറങ്ങി ജീവിക്കുന്ന നിങ്ങൾക്ക് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പോലും യോഗ്യതയില്ല. എന്തു പറഞ്ഞടാ? സാർ, ഇതാണ് രാവിലെ പറഞ്ഞ കേസിന്റെ ഫയല്. ശരി, ഇങ്ങോട്ട് മാറിയിടാ. പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് നിന്നെയൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. സാറേ, ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം മനസ്സിലാക്കാതെയാ സാർ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നേ. സാറേ, ഇത് മര്യാദയല്ല. എന്നെ മര്യാദ ഏൽപ്പിക്കുന്നോടാ. നീ ആരോടാ സംസാരിക്കുന്നെന്ന് ഓർത്തോണം. അത് ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. പോലീസിനോടാണോടാ നിന്റെ കളി? ശരി മാഡം. അവന്റെ വരും ഇടിച്ചു നിന്റെ. എന്താടാ അവിടെ? സർ, എന്തോടാ കേസ്? ഓ, അവന്മാരാണല്ലേ ഇത്? പബ്ലിക് പ്ലേസിൽ വെച്ച് സ്ത്രീകളെ അവമാനിക്കാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയാമോ? രണ്ടാക്കും. അതും അവന്തികയെ പോലുള്ളൊരു ബിസിനസ് ലേഡി. സാർ, ഞങ്ങൾ ആരെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. കള്ളം പറഞ്ഞോടാ റാസ്കൽ. പിന്നെന്തിനടാ നീ അവരെ തല്ലാൻ കൈപൊക്കിയത്? പോലീസുകാരാ സാക്ഷി. നീയൊക്കെ അഴിയെണ്ണണം. എന്റെ പൊന്നു സാറേ, അതിവനൊരു അബദ്ധം പറ്റിയതാ. അബദ്ധത്തിന്റെ ഗുണം എന്താണെന്ന് കുറച്ചുനാള് ജയിലിനകത്ത് കിടക്കുമ്പോൾ നിനക്കൊക്കെ മനസ്സിലാവും. എഫ്ഐആർ ഇട്. ഇവന്മാരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം. സാർ, അയ്യോ സാർ. എന്റെ പൊന്നു സാറേ, സാറ് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. അതിനു മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് സാറൊന്ന് കേക്ക്. എന്താടാ നിനക്കൊക്കെ പറയാനുള്ളത്? സാർ, ഞങ്ങള് നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഇവന്റെ ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ടതും ആ സ്ത്രീ കാരണമാണ്. പിന്നെയും കള്ളക്കഥ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാണോ? കള്ളക്കഥയല്ല സാറേ. പണ്ട് എന്റെ ഏട്ടന്റെ ഭാര്യയായിരുന്നു ആ സ്ത്രീ. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം സാറേ. ഇതാണ് സാറേ അന്ന് സംഭവിച്ചത്. അന്ന് നഷ്ടപ്പെട്ട ഭാര്യയും കുഞ്ഞിനെ അന്വേഷിച്ച് ഇവൻ ഇന്നും അലയുകയാണ്. ഭാര്യയും കുഞ്ഞിനെയും കാണാതായിട്ട് അന്ന് കംപ്ലൈന്റ് കൊടുത്തില്ലായിരുന്നോ? കൊടുത്തിരുന്നു സാർ. ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. പക്ഷേ ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ല. വെള്ളത്തിൽ വരച്ച ഒരു വര പോലെ അവൾ മാഞ്ഞുപോയി. ഹലോ സർ. സർ, ഇതാണ് എന്റെ വൈഫ്. സർ, എന്റെ വൈഫ്.
നമ്മുടെ കുടുംബത്തിലെ ചോര ഊറ്റി കുടിക്കുന്ന യക്ഷി അവള്. വീണ് കിടക്കുമ്പോ അവൾ എന്റെ കുഞ്ഞുങ്ങളുടെ തലയില് വീണ്ടും ചവിട്ട് താഴ്ത്തുകയാണല്ലോ ഈശ്വര. ഇനി ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല. ഇത്രയും നാളും നിങ്ങളോട് ചെയ്തതെല്ലാം കണ്ട് മനസ്സ് മരവിച്ചു പോയവളാ ഞാൻ. ഇതിനവർക്ക് ഞാൻ 8ന്റെ പണി കൊടുക്കും. അവള് കാരണം നമുക്ക് എന്തൊക്കെയാ നഷ്ടപ്പെട്ടത്. എന്റെ മോളും കുഞ്ഞും ഇപ്പൊ എവിടാണെന്ന് പോലും അറിയത്തില്ല. അമ്മേ, അമ്മ എല്ലാ സൗഭാഗ്യം അനുഭവിച്ച് ജീവിച്ച നിങ്ങൾ കഷ്ടപ്പാടും ദാരിദ്ര്യം മാത്രം അനുഭവിച്ച് ജീവിക്കുക. സേതുവേട്ടനും എന്റെ മാഷും ദ്രോഹിക്കാവുന്ന തരത്തിലല്ല നിങ്ങളുടെ പിന്നാലെ നടന്ന് അവളെ ദ്രോഹിക്കുക. ഒരു ജീവിതമാർഗവും മുന്നിലില്ലാതെ നിങ്ങളെല്ലാവരും ദുരിതത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് അവൾ ഇപ്പോഴും മതിച്ച് പൊളിച്ച് അങ്ങ് നടക്കുക. ഇത്രയൊക്കെ അനുഭവിക്കാൻ നിങ്ങൾ എന്ത് പാവാ ചെയ്തേ? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ.